നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ 72.89% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പുതുക്കാട് 72.89%. കൊടകരയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. അപകടം കിണറ്റിൽ വീണ നാളികേരം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിന് സമീപം വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ഭീതിയിൽ നാട്ടുകാർ. ദേശീയപാതയിൽ 2 അപകടങ്ങൾ. ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊടകര ഉളുമ്പത്തുകുന്നിൽ നിയന്ത്രണം വിട്ട മിനി ട്രക്ക് റോഡിന് കുറുകെ മറിഞ്ഞു. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിക്കുന്ന വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച നടന്ന 2ാം ഘട്ട പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 72.89% പോളിംഗ്. പുതുക്കാടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 76.74%. ഒല്ലൂർ 73.43%, ഇരിഞ്ഞാലക്കുട 73.9%, ഗുരുവായൂർ 70.41%, മണലൂർ 73.04%, തൃശൂർ 69.67%, നാട്ടിക 72.97% എന്നിങ്ങനെയാണ് തൃശൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ പോളിംഗ് ശതമാനങ്ങൾ. രാത്രി വൈകിയും പോളിംഗ് തുടർന്നതിനാലാണ് ഔദ്യോഗിക പോളിംഗ് ശതമാന കണക്കുകൾ വൈകുവാൻ കാരണം. കൊടകര തേശ്ശേരിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. തേശ്ശേരി ചെതലൻ 65 വയസ്സുള്ള ഇട്ടീരയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:30 സംഭവം. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ജാതിക്കായ ശേഖരിക്കാൻ പോയതായിരുന്നു ഇട്ടീര. ഇതിനിടയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്നും നാളികേരം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. പറമ്പിൽ നിന്നും വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇട്ടീരയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അപകട വിവരം അറിയുന്നത്. ഉടൻ ചാലക്കുടി യൂണിറ്റിലെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഗൃഹനാഥനെ പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽനടപടി സ്വീകരിച്ചു. ചാലക്കുടി മാതാ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു ഇട്ടീര. റാണിയാണ് ഭാര്യ. ലിഡിയ, മരിയ, ഡിനിയ എന്നിവർ മക്കളും. ജോൺ, സിൻഡോ, സെബി എന്നിവർ മരുമക്കളുമാണ്. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിന് സമീപം വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കിളിയമണ്ണിൽ അലീമയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പമ്പ് ഹൗസിന്റെ അടുത്താണ് പശുക്കുട്ടിയെ പുലി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനവാസ മേഖലയോട് ചേർന്ന് പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ. നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 2 കാറും 2 ലോറിയും ഒരു ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണർ കാറിലും ലോറിയിലും നിയന്ത്രണം വിട്ട ടോറസ് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ഇടിച്ചു കയറി. കോട്ടയത്തു നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ഫോർച്യൂൺ കാർ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ നിയന്ത്രണം വിട്ട മിനി ട്രക്ക് റോഡിന് കുറുകെ മറിഞ്ഞു. ശനിയാഴ്ച രാവിലെ 11:45 സംഭവം. കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മിനി ട്രക്കിന് മുൻപിൽ സഞ്ചരിച്ചിരുന്ന കാർ അപ്രതീക്ഷിതമായി ട്രാക്ക് മാറ്റിയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തി റോഡിൽ നിന്നും മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. കൊടകര പോലീസും പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി.
ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിക്കുന്ന വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സ്വീകരണം നൽകുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4:30 പുതുക്കാട് CG ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. പ്രജ്യോതി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മുൻ മന്ത്രി PP ജോർജിന്റെ സ്മരണയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള വീൽ ചെയർ വിതരണം, പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള നോട്ട്ബുക്ക് വിതരണം, വയോജനങ്ങൾക്കുള്ള പുതപ്പ് വിതരണം എന്നിവയും ചടങ്ങിൽ നടക്കും. TN പ്രതാപൻ MP, MLA-മാരായ KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ് എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KM ബാബുരാജ്, ഷാജു കാളിയങ്കര എന്നിവർ പങ്കെടുത്തു. വർഗീസ് തെക്കേത്തല ആരോഗ്യവകുപ്പിലെ 30 വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം ഏപ്രിൽ 30 വകുപ്പിൽ നിന്ന് വിരമിക്കുകയാണ്. വർഗീസ് തെക്കേത്തലയ്ക്കുള്ള പ്രത്യേകത, അദ്ദേഹം ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ രോഗങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും. അദ്ദേഹം ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിക്കുകയാണ്. ആരോഗ്യവകുപ്പിലെ എന്ത് സഹായങ്ങളും നാട്ടുകാർക്ക് ചെയ്യാൻ മനസ്സുള്ള നല്ലൊരു മനസ്സിനുടമയാണ് ശ്രീ വർഗീസ് തെക്കേത്തല. അദ്ദേഹം 30-ാം തീയതി പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പുതുക്കാട് പൗരാവലി ഒരു സ്വീകരണം പുതുക്കാട് CG നേരത്തെ സ്വാഗത സംഘം ചെയർമാൻ പറഞ്ഞ പോലെ പുതുക്കാട് CG തിയേറ്ററിൽ സ്വീകരണം കൊടുക്കുകയാണ്. സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിൽ വർധനവ് തുടരുന്നു. കഴിഞ്ഞ ദിവസവും പീക്ക് ടൈം വൈദ്യുതി ആവശ്യകത പുതിയ സർവകാല റെക്കോർഡിലെത്തി. വെള്ളിയാഴ്ച പീക്ക് ആവശ്യകത 5608 മെഗാവാട്ടിലേക്കാണ് എത്തിയത്. 104.86 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ കേരളത്തിലെ ആകെ വൈദ്യുതി ഉപയോഗമെന്ന് KSEB അറിയിച്ചു. കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ വലിയ കുറവ് വരാനുള്ള സാധ്യതയുമില്ല. ഉപഭോഗം കൂടുന്ന സാഹചര്യത്തിലും വൈദ്യുതി പാഴാക്കാതെ ശ്രദ്ധിക്കുന്നത് സമൂഹത്തിനാകെ ഗുണകരമായിരിക്കുമെന്ന് KSEB അറിയിച്ചു. ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാനും സാധിക്കും. പീക്ക് സമയത്ത് ഒരു കാരണവശാലും വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും KSEB ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റിലെ അംഗം പുതുപ്പള്ളിപ്പറമ്പൻ ബിജുവിന്റെ മാതാവ് സെലീന മരണമടഞ്ഞതിനെ തുടർന്ന് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് 5 ലക്ഷം രൂപ മരണാനന്തര ധനസഹായം നൽകി. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ, ജനറൽ സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ സുമേഷ് നിവേദ്യം, സുനിൽ, ലിൻസൺ എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്ത് ഇനിയും ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെയും, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. കാലാവസ്ഥ: കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററുകൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തേക്ക് സൈക്കോ സോഷ്യൽ ഗ്രാന്റ് ഇൻ എയ്ഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 30-നകം ചെമ്പുക്കാവിലുള്ള മിനി സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04772321 കെൽട്രോണിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി, ഫൈബർ ഒപ്റ്റിക്, ഇലക്ട്രോണിക് സെക്യൂരിറ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8129453231, അടുത്ത നമ്പർ 9188311451. വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മെയ് മാസത്തിൽ ആരംഭിക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സാരി ഡിസൈനിങ് ആൻഡ് ഡ്രാപ്പിംഗ്, ശീതള പാനീയങ്ങളുടെ നിർമ്മാണ പരിശീലനം എന്നിവയാണ് ഉള്ളത്. ഭക്ഷണം, താമസം ഉൾപ്പെടെ പരിശീലനം സൗജന്യമായിരിക്കും. പ്രായപരിധി 18 വയസ്സിനും 44 വയസ്സിനും ഇടയിൽ.
പരിശീലന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0487269441, മൊബൈൽ 9447196324. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53,480 രൂപ. വരന്തരപ്പള്ളി വടക്കേത്തല പൂവത്തിങ്കൽ ജേക്കബ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. ഷൈനി, ഷാൻഡോ എന്നിവർ മക്കളും ആന്റണി, ഷെൽജി എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പ നഗർ പോന്നൂര് തയ്യാലക്കൽ റപ്പായി ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. മേഴ്സി, ഡേവിസ്, ഉഷ, ലിസി, പരേതനായ പോൾസൺ എന്നിവർ മക്കളും ചാക്കപ്പൻ, അനിത, സിജി, ആന്റണി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നായരങ്ങാടി പാലത്തുപറമ്പ് കോന്നത്തുപറമ്പിൽ വിജയൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ കൗസല്യാണ് ഭാര്യ. ശിവൻ, ഷാജി എന്നിവർ മക്കളും ശാരദ, ബീന എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ അരിമ്പൂർ ആന്റണി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പരേതയായ മേഗിയാണ് ഭാര്യ. ഗ്ലേസി, ബ്ലേസി, പരേതനായ ജോജോ എന്നിവർ മക്കളും സുനിൽ കുമാർ, പരേതനായ ഷാജു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ വെല്ലപ്പാടി ഔസേപ്പ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. വരന്തരപ്പള്ളി കോരനൊടി മേലൂക്കാരൻ അപ്പു അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തമിഴ്നാട് സർക്കാർ മുൻ തഹസീൽദാരായിരുന്നു. ശാന്തയാണ് ഭാര്യ. വസന്ത്, രഞ്ജിത്ത്, ശ്രീകാന്ത് എന്നിവർ മക്കളും രചന, വിജയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ 72.89% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പുതുക്കാട്, 72.89%. കൊടകരയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. അപകടം കിണറ്റിൽ വീണ നാളികേരം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിന് സമീപം വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ഭീതിയിൽ നാട്ടുകാർ. ദേശീയപാതയിൽ 2 അപകടങ്ങൾ. ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊടകര ഉളുമ്പത്തുകുന്നിൽ നിയന്ത്രണം വിട്ട മിനി ട്രക്ക് റോഡിനു കുറുകെ മറിഞ്ഞു. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിക്കുന്ന വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.